അയാളകായി ചത്താപ്പച്ച ഈ വർഷത്തെ റിലീസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയാണ് ചത്താപ്പച്ച. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെറുപ്പം പോലെ കണ്ടുവരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഡബ്ല്യു ഒരു ക്രേസിലൊരിക്കലും ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ഈ സിനിമക്ക്. പക്ഷേ ഇതിന്റെ നമ്മളെല്ലാം എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമക്ക് ഒട്ടും തന്നെ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് അർജുൻ അശോകൻ, റോഷൻ മാത്യൂസ്, വൈശാഖ്, പിന്നെ ഇഷാൻ ഷൗക്കത്ത്, ഇവരൊക്കെയാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ക്യാരക്ടേഴ്സ് ബേസ് എല്ലാവരും ഓക്കെ ആണ്, അവർ കിട്ടിയ റോൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇഷാൻ ഷൗക്കത്ത് ചില സമയത്തുള്ള ഡയലോഗ് ഡെലിവറിയിലും ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ പടം മൊത്തത്തിൽ അത്യാവശ്യം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് നല്ല ഒരു തുടങ്ങി, പിന്നെ അങ്ങോട്ടേക്ക് ഇല്ല ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു സ്റ്റൈൽ ഉണ്ട്. അത് തൊട്ട് തന്നെ എനിക്ക് പടം കുറച്ച് ബോറടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായി. ഈ ഇഷാൻ ഷൗക്കത്ത് സ്റ്റാർട്ടിങ് തൊട്ടേ കുറെ ഡയലോഗ് ഉണ്ട്, വാൾട്ടറിന്റെ പിള്ളേരാന്ന്. അത് തൊട്ടേ എനിക്ക് കുറച്ച് വെറുപ്പിക്കലായിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. ഇത് പറയുന്ന ഒരു കണക്കില്ലേ, എന്ത് പറഞ്ഞാലും ഇടക്കിടക്ക് വാൾട്ടറിന്റെ പിള്ളേരാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കുറച്ച് ബോറായിട്ട് തോന്നിയിട്ടുണ്ടായത്. ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയായാലും എടുത്തു പറയത്തക്ക രീതിയിൽ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇമ്പാക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. റോഷന്റെയും വൈശാഖ്, അർജുൻ അശോക് ഇവർ മൂന്നാളും പെർഫോമൻസ് അത്യാവശ്യം നൈസ് ആയിരുന്നു. എന്താ എനിക്ക് പടം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി വന്നത് ഫസ്റ്റ് ഹാഫിന്റെ ആ ഇന്റർവെൽ ടൈമിൽ റോഷൻ മാത്യൂസിന്റെ ഒരു എൻട്രി ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പടം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി വന്നത്. അതുവരെ ഇഷാൻ ഷൗക്കത്തിന്റെ ഒക്കെ നല്ല വെറുപ്പിക്കലായിരുന്നു പടം ഫുൾ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ അറിയാം എന്താണ് ആവാൻ പോകുന്നത്. ഒട്ടും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലോ അല്ല ഒട്ടും എക്സൈറ്റ്മെന്റ് ആക്കുന്ന രീതിയിലോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇതിന് ഏറ്റവും വലിയ കോമഡി പറഞ്ഞെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് ഇത് നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്യാമിയോ ആണ് വാൾട്ടറിന്റെ ക്യാമിയോ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിനെ. പക്ഷെ ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി തന്നെ പറയേണ്ടി വരും ഇതുവരെ ഇല്ലേ, എന്തിനാണ് മമ്മൂട്ടിന്റെ ലുക്കിൽ ചെയ്തു വെച്ചിനി. എത്ര അടിപൊളിയായിട്ട് മമ്മൂക്കേന ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം. പക്ഷെ ആ ഒരു മമ്മൂക്ക വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പുള്ളിക്ക് ഒട്ടും വയ്യ. ഡയലോഗ് ഡെലിവറിയിൽ ശോകം പുള്ളിനെ കൊണ്ട് ആവുന്നില്ല. അത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന അറിയാം, ഇയാൾക്ക് എന്താ വയ്യേ, അങ്ങനത്തെ ഫീൽ ആണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്തിനാ ഇടയ്ക്ക് നമുക്കറിയാലോ ബാക്കിയുള്ളവരൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടിയുടെ അടുത്തേക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി 2 ആൾക്കാർ വരും. അതിന് മമ്മൂട്ടിക്ക് എല്ലാവരും 2 ഫൈറ്റ്. അതും നല്ല ബോറാണ് ഉണ്ടായത് പടത്തിൽ. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പടത്തിൽ ആകെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ അശോകന്റെയും റോഷന്റെയും വൈശാഖിന്റെയും ആണ്. ഇവർ മൂന്നാളും ഇവർ കിട്ടിയ പെർഫോമൻസ് മോശമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര എക്സ്പെക്ടേഷനിൽ ഒരു പടം ഇറക്കുന്ന സമയത്ത്, ഇങ്ങനത്തെ ഒരു ടീമിൽ ഒരു പടം ഇറക്കുന്ന സമയത്ത് അവർ ചൂസ് ചെയ്ത തീം കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ടീമിൽ ഒരു പടം ഇറക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്ക്രിപ്റ്റിലെല്ലാം കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇറക്കായിരുന്നു. അപ്പൊ മൊത്തത്തിൽ എന്തായാലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഒട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.